നമ്മൾ ഇതിനു മുമ്പ് തേൻ മിഠായിയും പൊരിയുണ്ടയും ഒക്കെ ഉണ്ടാക്കിയില്ലേ. അപ്പോൾ നമുക്കിന്ന് തേങ്ങാ മിഠായി ഉണ്ടാക്കി നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മിഠായിയാണിത്. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. തേങ്ങ മിഠായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 1.5 കപ്പ് അളവിൽ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് കപ്പിൻ്റെ മെഷർമെൻറ്റ് പറയാൻ കാരണം നമ്മളിവിടെ തേങ്ങ വാങ്ങുന്നത് ചിരകിയ തേങ്ങയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു മുറി അല്ലെങ്കിൽ ഒരു തേങ്ങ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കപ്പിൻ്റെ മെഷർമെൻറ്റിൽ പറയുന്നത് 1.5 കപ്പ് തേങ്ങ. ഇനി ഈ തേങ്ങയെ നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ തേങ്ങയെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങാപ്പാലിനൊക്കെ അരക്കില്ലേ, അതേപോലെ നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നാലല്ലേ നമുക്ക് നല്ല പോലെ അരിഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്കൊരു 1/2 കപ്പ് വെള്ളം അത്രയും മതിയാകും. ഈ ഒരു ക്വാണ്ടിറ്റിയിലേക്ക് 1/2 കപ്പ് വെള്ളം മതിയാകും. ഈ ടൈമിൽ വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ ഞാൻ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇനി ഈ അരച്ച് നമുക്കിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്കിനി ശർക്കര ഉരുക്കിയെടുക്കണം. നമുക്ക് ഇതിനാവശ്യമായിട്ടുണ്ട് ശർക്കര നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒരു 3 കട്ട ശർക്കരയാണ് എടുക്കുന്നത് കേട്ടോ. 3 പീസ് ശർക്കരയാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഗ്രാം അളവിൽ പറയാൻ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ 3 പീസ് എന്ന് പറഞ്ഞത് അതാണ്. അപ്പോൾ നമുക്കിനി ഇതിന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് പൊടിച്ചിട്ട് ചേർക്കാം കേട്ടോ നല്ലത്, പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ പൊടിക്കാനുള്ള മടി കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പൊടിച്ചിട്ട് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം, അതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ശർക്കര മെൽറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കല്ലുള്ള ശർക്കരയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിലൊന്ന് അരിച്ചിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് വേണം തേങ്ങ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് കല്ലില്ലാത്ത ശർക്കരയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക്. അപ്പോൾ നമ്മൾ ഈ തേങ്ങ ചേർത്തിട്ട് ഈ തേങ്ങ ഇതിൽ കിടന്ന് നന്നായിട്ട് വേവണം. തേങ്ങയെല്ലാം ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനി ഈ തേങ്ങ ഈ ശർക്കരയിൽ കിടന്നിട്ട് ഒരു 3 മിനിറ്റോളം 3 മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോഴേക്ക് ഈ ശർക്കരയിലെയും തേങ്ങയിലെയും വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് പാകമായിട്ട് വരും. അപ്പോൾ ഒരു 3 മിനിറ്റോളം ഇതൊന്ന് ഇതിൽ കിടന്ന് തിളക്കട്ടെ കേട്ടോ. നമുക്കതുവരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുക്കാതിരുന്നാൽ ചിലപ്പോൾ അടി പിടിച്ച് പോവും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 3 മിനിറ്റ് ഒക്കെ മതിയാകും. അപ്പോഴേക്കും തന്നെ വെള്ളമൊക്കെ വറ്റി നല്ല പാകമായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ ഈ ശർക്കരയും തേങ്ങയും കൂടെ ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് വെള്ളം കംപ്ലീറ്റ് വറ്റിയില്ല. നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായയുടെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് പൊടി പുറത്തേക്ക് പോയി. അപ്പോൾ ഞാൻ കുറച്ച് ഏലക്കായയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, 1 ടീസ്പൂണൊന്നും വേണ്ട, 1 ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് അത്രയും മതിയാവും കേട്ടോ. അപ്പോൾ അത്രയും അളവിൽ ഏലക്കായയുടെ പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്കായയുടെ പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു പൊരിയുണ്ടയുടെ വീഡിയോ ചെയ്തിരുന്നു, അത് കണ്ടവർക്ക് അറിയാം. അപ്പോൾ അതിലും പറയുന്നുണ്ട് നമ്മൾ ഏലക്കായയുടെ പൊടി ചേർക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടെ മതി ഇതിലെ വെള്ളം. ഇപ്പോൾ നമുക്ക് നോക്കിയറിയാം, നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വെള്ളം ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട് എന്ന്. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/4 കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് അരിപ്പൊടിയും അതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഉപ്പും, ജസ്റ്റ് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ്, അത്രയും മതി. ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിപ്പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അരിപ്പൊടിയുടെ അളവ് കൂടുതലായി പോകരുത്. അപ്പോൾ ആ പൊടിയുടെ ടേസ്റ്റ് ആയിരിക്കും മുമ്പിലേക്ക് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ മെഷർമെൻറ്റിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി നല്ല പാകമാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് ചെയ്യുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ശർക്കര പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ ഈ തേങ്ങാ മിഠായിയുടെ ടേസ്റ്റ് കംപ്ലീറ്റ് മാറിപ്പോകും. അതുകൊണ്ടാണ് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ കണ്ടോ, നമ്മൾ ആ പൊടി ചേർത്തപ്പോൾ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ടോട്ടൽ മാറി. നമ്മളിതിപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരുന്ന ഒരു രീതിയിൽ ആയിട്ടുണ്ട് ഇത്. അപ്പോൾ ഒന്നുകൂടെ ഇതിൽ കിടന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം.
ഒരു 2-3 മിനിറ്റ് നമ്മൾ ഈ പൊടി ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിലിട്ടിട്ട് തന്നെ എന്നിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം. എന്നാലേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഇത് ഷേപ്പാക്കി എടുക്കാനും നന്നായിട്ട് സെറ്റായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചെടുക്കണം എന്ന് പറഞ്ഞത്. ഇപ്പോൾ കണ്ടോ, നമ്മളിത് ഇളക്കുമ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ ഒരു ഭാഗത്ത് സെറ്റായിട്ട് ഇങ്ങനെ പോകുന്നത് കണ്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിത് വേണ്ടത് കേട്ടോ. കാണിച്ചത് കണ്ടോ, ഇങ്ങനെ ഒരു ഉരുളയായിട്ടൊക്കെ ഇങ്ങനെ വരുന്ന രീതിയിൽ ആവും. അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ ഇനി നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. നമ്മുടെ കയ്യിലൊന്നും ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ, വളരെ കുറച്ച് നെയ്യ് മതി കേട്ടോ. അത്രയും നെയ്യ്. ഇനി അത് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ നെയ്യും കൂടെ ചേർത്തിട്ട് നെയ്യ് ചേർത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ, ഇത് ഇളക്കുമ്പോൾ ഇങ്ങനെയാവുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് തീരെ ഒട്ടി പിടിക്കില്ല. അപ്പോൾ ഇനി നമുക്കിതിന് ചൂടോടെ തന്നെ ഒരു ബൗളിലേക്ക് മാറ്റിയ ശേഷം കുറച്ചൊന്ന് ചൂടാറിക്കോട്ടെ. എന്നിട്ട് നമുക്കിത് ബോളുകളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ചൂട് ഒരുപാട് വല്ലാണ്ട് തണുക്കണ്ട, എന്നാലും നമുക്ക് പിടിക്കാൻ പറ്റുന്നൊരു ചൂടായ ശേഷം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഇതുപോലെ കുറച്ച് എമൗണ്ട് എടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ല ഉരുളകളാക്കിയിട്ട് എടുക്കാം, ബോളുകളാക്കിയിട്ട് എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഞാനിപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ബോളാക്കി എടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഞാനിതിനെ ഒരു പാത്രത്തിലേക്ക് വെക്കുന്നുണ്ട്. പാത്രത്തിൽ വെച്ച ശേഷം ഇതിനെ ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടകം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടകത്തിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടാവില്ല, നമ്മളെ പിടിക്കുന്ന ഭാഗം, അവിടെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടാവില്ല. അത് വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെറുതെ ഒരു ഷേപ്പ് കിട്ടും. ഈ ഭാഗം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് കൊടുക്കും. ഇത് ഞാൻ കയ്യിൽ വെച്ച് ചെയ്യാത്തത്. ഇത് ഓൾറെഡി നമ്മൾ ബോളാക്കുമ്പോൾ തന്നെ ഇതിന് ചൂടുണ്ടാകും. നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അപ്പോൾ നല്ല ചൂട് നമ്മുടെ കയ്യിലേക്ക് വരും. അതുകൊണ്ടാണ് കയ്യിൽ വെച്ചിട്ടാക്കാത്തത്. ഇപ്പോൾ നമുക്ക് ഈ ഷേപ്പിൽ കിട്ടി. ഞാനിപ്പോൾ എല്ലാം ഈ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഇങ്ങനെയൊന്നും ആക്കണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ബോളുകളാക്കിയിട്ട് തന്നെ അത് സെർവ് ചെയ്യാം. പിന്നെ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് സെറ്റായി കിട്ടും നമുക്ക് കേട്ടോ. ഇപ്പോഴും നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്ന രീതിയിലൊന്നുമല്ല. ഇപ്പോൾ ഈ ബോളുകളാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇനി ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ തള്ളവിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഇപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഞാനിപ്പോൾ പറഞ്ഞ അളവിന് ഇത്രയും തേങ്ങാമിഠായി ഉണ്ടാവും. അതിൽ നിന്നൊരു 2 എണ്ണമൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കുന്ന ഇടയിൽ. എന്തായാലും ഏകദേശം ഇത്രയും എണ്ണയൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ നമ്മുടെ ഉണ്ടാക്കുന്ന വലുപ്പത്തിനനുസരിച്ച് മാറ്റം വരും. അപ്പോൾ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഇതൊന്ന് നല്ലോണം തണുത്ത് കഴിഞ്ഞ ശേഷം വേണം നമ്മൾ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്കും കൊടുക്കുക. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ